ശുഹദാക്കളാണെങ്കിൽ അവിടെ ആത്മാവുകൾ പക്ഷികളുടെ ഉള്ളിലായി സ്വർഗത്തിൽ പാറിക്കളിക്കുന്നുവെന്നാണ് ഹദീസിൽ പഠിപ്പിച്ചത്. അവിടെ ചോദിക്കുമല്ല വല്ല ആഗ്രഹവും ബാക്കിയുണ്ടോന്ന്. ഇല്ല റബ്ബേ, ഒരു ആഗ്രഹവുമില്ല, ഞങ്ങൾക്ക് യഥേഷ്ടം സ്വർഗത്തിൽ സഞ്ചരിക്കാമല്ലോ, എവിടെയും പോകാമല്ലോ, ഇനി എന്തു ആഗ്രഹിക്കാനാ? അല്ലാഹു തആല പറയും, അല്ല, നിങ്ങൾ ആഗ്രഹം പറയുക. റബ്ബേ, ഒരാഗ്രഹവുമില്ല. റബ്ബ് വീണ്ടും പറയും, ആഗ്രഹം പറയുക, സാധിപ്പിച്ചു തരാം. ഇല്ല റബ്ബേ, യാതൊരാഗ്രഹവുമില്ല. നാലാമത്തെ തവണയും അല്ലാഹു തആല ആഗ്രഹം പറയാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ അവര് പറയുന്ന ആഗ്രഹമുണ്ട്. റബ്ബേ, അങ്ങനെയാണെങ്കിൽ ഒറ്റ പൂതി എനിക്ക് ബാക്കിയുണ്ട്, ഒരു പൂതി. അതെന്താ? ഒന്നുകൂടെ ദുനിയാവിലേക്ക് പോകണം, ഒന്നുകൂടെ ദുനിയാവിൽ പോകണം, എന്നിട്ട് ഒന്നുകൂടെ ഷഹീദായി തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. മറ്റോർന്ന് വിളിക്കുന്നുണ്ട്, കുത്തുബൈ നടത്തുന്നുണ്ട്, കുറെ ദിവസമായി വിളിക്കുന്നു, പോയറ്റേ എന്നല്ല. ഓരോ പള്ളിക്ക് എന്നും ഞങ്ങളെ ബദരീങ്ങൾ ആഴ്ചയാണ്, ഓരോ എന്നും വിളിക്കുകയാണ്, ഇതുവരെ പോയിട്ട് റബ്ബേ ഒന്ന് പോയിട്ടൊന്ന് കണ്ടുവരട്ടെ എന്നല്ല. പിന്നെ ഒന്നും കൂടെ പോയി ഷഹീദായി തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് റബ്ബേ. എന്താ മറുപടി അറിയോ? ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല. ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല. അതാണ് ബർസഖി ലോകം. അല്ല, നമ്മൾ വിചാരിച്ച പോലെ ഇവിടുന്ന് എന്തിനും ഏതിനും ബദരീങ്ങളെ വിളിച്ചാൽ ഓടി വരുന്നല്ല. വിളിക്കുമ്പോഴേക്ക് വായ്പൂട ഉത്തീരം ചെയ്യും ഞാനെന്നോ അവർ ഏതോ മൂലയന്മാരെ പച്ചപ്പുള്ള എഴുതിച്ചതാ. അത് വിശ്വസിക്കാൻ പോണ്ട വെറുതെ. കോഴിക്കോട്ടുള്ള മോദി എഴുതിച്ച പാട്ട അല്ല, ഇസ്ലാമിൽ അതിന് സ്ഥാനമില്ല. വല്ലാ നിരത്തിന്ന് എന്നെ വിളിപ്പോർക്ക് വായ്പൂട ഉത്തീരം ചെയ്യും ഞാനെന്നോ അവർ കോഴിക്കോട്ട് കാലിയായിരുന്ന ഒരു മൂലയുടെ 400 കൊല്ലം മുമ്പ് ഒരു പച്ച നോണ എഴുതിച്ചു. അത് വിശ്വസിച്ചിട്ട് അള്ളാന്റെ ഖുർആനിൽ 100 കണക്കിന് ആയത്തെ തള്ളിക്കളഞ്ഞിട്ട് ഈ പാട്ടും വിശ്വസിച്ച് നടന്നാൽ സഹോദരങ്ങളെ രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹ് പറഞ്ഞിട്ടില്ല നിങ്ങൾ വിളിച്ചോളി ഓടിയെത്തുന്നു. റസൂല് പറഞ്ഞിട്ടില്ല നിങ്ങൾ വിളിച്ചോളൂ ഓടിയെത്തുന്നു. നേരെ മറിച്ച് 200, 300, 400 കൊല്ലം മുമ്പ് ചില മുസ്ലിയാക്കന്മാര് നുണ എഴുതി വെച്ചു. എവിടുന്ന് വിളിച്ചാലും പോലും വരും, എവിടുന്ന് വിളിച്ചാലും പോലും കേൾക്കും, ഭാഷ ഒന്നും പ്രശ്നമല്ല, ദേശമൊന്നും പ്രശ്നമല്ല എന്ന് പച്ച നുണ എഴുതി വെച്ചു. അത് സ്ഥാപിക്കാൻ വേണ്ടി അവിടെ കിനാവുണ്ടല്ലോ, ഇവിടെ സ്വപ്നം കണ്ടല്ലോ, മറ്റോട്ടങ്ങനെ ഉണ്ടായല്ലോ, ഇവിടെ അങ്ങനെ വിളിച്ചല്ലോ, അവിടെ ഒരു വിളി കിട്ടില്ലോ, ഇവിടെ പോയി പറഞ്ഞപ്പോ അവന്റെ പ്രശ്നം തീർന്നല്ലോ, അവിടെ പോയി ജാറം മൂടി ഇപ്പൊ കുട്ടികളുണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതൊക്കെ വേറെ വല്ല തട്ടിപ്പായിക്കുന്ന മനസ്സിലാക്കാന്നല്ലാതെ അള്ളാഹ് പറഞ്ഞ ആയത്തുകളെ തള്ളിക്കളയാൻ അതൊന്നും പര്യാപ്തമല്ല, അവർക്കാർക്കും സാധ്യവുമല്ല. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദ് അതായിരുന്നു. ഓർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓരോ ഈ ലോകത്ത് നിന്ന് പോയി ഇനി ഈ ലോകത്തേക്ക് ഒരു ബന്ധം ഒരിക്കില്ല. അങ്ങനെ ബന്ധം ഉണ്ടെങ്കിൽ കൂട്ടരെ ഓരോ സ്വത്ത് ഓരേക്കാൻ പറ്റുമോ? ഓരോ ഭാര്യമാരെ ഭാര്യ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഓർക്ക് വല്ല സുഖം ഉണ്ടാവുമോ? ഒരു ഔല മരിച്ചു മൂപ്പര് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കളങ്ങി ഇറക്കിയൊക്കെ മരിച്ചാലും ഒരു എല്ലായിടത്തും വരുന്നുണ്ട്, വിളിച്ചാലും വരുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. എന്നിട്ട് മൂപ്പരെ പെണ്ണുങ്ങളെ ബാറാൾ കല്യാണം കഴിക്കുക, ആ കല്യാണത്തിന് മൂപ്പര് വരിക, ആ പുരാപ്പിള വരുന്നതും ഓളെ ഇറങ്ങണമൊക്കെ മൂപ്പരിങ്ങനെ കാണുക. എന്തേക്കും പിന്നെ ആ ജീവിതത്തിനർത്ഥം? മൂപ്പരവിടെ വരുന്നൊക്കെ ഇടപെടുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഓള് പോണതും ഓള് മറ്റവന്റെ കൂടെ ഭാര്യയായി ജീവിക്കുന്നതും ഒക്കെ അയാളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തർത്ഥമുണ്ട്? അപ്പൊ അങ്ങനെ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചത് ഉണ്ടാവില്ല. ചില കിതാബിലൊക്കെ അങ്ങനെ എഴുതിച്ചത് മരിച്ചു പോയാലും ഇവിടെ എല്ലാം കാണും, എല്ലാം അറിയും. മാത്രം അയാൾ ശേഷം പിന്നെ മരിക്കുന്ന മനുഷ്യന്മാരോട് അയാൾ ബാക്കി വിശദാംശങ്ങൾ വരെ ചോദിക്കുന്ന ചില കിതാബിലൊക്കെ ഉള്ളത്. ഒരുത്തൻ കഴിഞ്ഞ മാസം മരിച്ചു വയ്ക്കുക, മറ്റൊപ്പം മരിച്ചു. ഇപ്പം ചെല്ലുമ്പോൾ ഓൻ ചോദിക്കുന്ന, ഞാൻ പോരുമ്പോ എന്റെ പെരപ്പണി ബാർപ്പിടാൻ മുട്ടുകൊടുത്തിരുന്നു, ഇപ്പൊ എന്തായി ബാർപ്പ് കഴിഞ്ഞോ, എവിടെ എത്തിന്ന് ഓൻ ചോദിക്കുന്നു. പറച്ചിലിട്ട മരിച്ചു പോയാലും ഈ ചിന്തനയായിരിക്കും. ഇവിടെ നിന്ന് പോയാലും പിന്നെ പെരയിലെ കുട്ടികളെ കാര്യവും ഇവിടുത്തെ പെരപ്പണിയും ഇവിടെ കല്യാണം ഇവിടെ സൽക്കാരും അതൊക്കെയാണ് ചിന്ത. ആൾക്ക് അത്രയുള്ളൂ, പരലോകം അത്രേ മനസ്സിലായിട്ടുള്ളൂ. ആളുകൾക്ക് പരലോകം മനുഷ്യരൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണ സ്ത്രീകളൊക്കെ വർത്തമാനം പറഞ്ഞ് പിരിമ പറയും, എടിഞ്ഞ് വിധി ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ മത്സരയിൽ കാണാന്നറിയാം. റബ്ബലെ ചില മത്സരയ്ക്ക് എത്തുന്നതൊക്കെ പറഞ്ഞു. അവിടെ എവിടെ ഇപ്പം നമ്മളെ ആമിനക്കുട്ടിയുടെ ഐസക്കുട്ടിയുടെ ഓളെ കണ്ടില്ലല്ലോ, മറ്റൊക്കെ കണ്ടു, ഇവിടെ കാണാനില്ലല്ലോ, ഓളെ ആ മൂലക്കൽ അവിടെ പോയൊക്കെ അങ്ങനെ ഓലിനെ കണ്ടിങ്ങനെ ആ പഴയ ലോകിയൊക്കെ പറഞ്ഞ അവിടെ ഇങ്ങനെ നടക്കുന്ന ആളുകളെ വിചാരം മഹ്ശറാന്നാല്. അവിടെയാണ് ആളുകൾ പരലോകം മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഈ കിതാബ് എഴുതുന്നത്. അതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്നത്. പഠിച്ചോൻ പറഞ്ഞ എന്താ അറിയോ, ഇങ്ങോട്ട് വന്നോടെ പിന്നെ അവിടെ പറഞ്ഞേക്കൂലാന്നാ. സുഹദാക്കന്മാര് ഒന്നും കൂടെ ഷഹീദാവാൻ ആഗ്രഹം ഉണ്ടായിട്ട് അതിന് പോലും പറഞ്ഞേക്കുന്നത്. പിന്നെ എവിടെ കാര്യമായി മുള്ളുത്തിയാലും മറ്റൊരു കുട്ടികളില്ലാഞ്ഞാലും ഇവന്റെ പേരിന് സ്വർണം കളവുപോയാലും ഓന്റെ വീട്ടിലെ കള്ളന്മാരെ കയറിയാലും ഒക്കെ ഓലിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ മൊത്തം ലാത്തി ചാർജ് നടത്തിയിട്ട് കള്ളന്മാരെ ഓടിക്കാനും ഇവിടെ പേരെടുക്കാനും അതിനൊക്കെ ഓരെടുക്കാനും നടക്കൂല, കൂട്ടാന്നും ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ ബദരീങ്ങൾ അങ്ങനെയൊക്കെ സമൂഹം മനസ്സിലാക്കിയത്.
എറേമി ഗന്തുള്ള പേറ്റി വരുത്തത്തിൽ ഇന്ത സ്വഹാബികൾ പേരീനെ ചൊല്ലുകിൽ കുറി മുടിയും മുനം പള്ള തന്നീന്ന് കുട്ടി ഫിറക്കലിൻ ഇല്ലാ ശക്കെന്നോ പറഞ്ഞ ബദറുമാല. പ്രസവ വേദന ഉണ്ടാകുമ്പോ ഈ ബദരീങ്ങളെ പേരാണ് ചൊല്ലിയാൽ കൂറി മുടിയും മുനം പള്ള തന്നീന്ന് കൂറി തീരും മുമ്പ് ചൊല്ലി തീരും മുമ്പ് പള്ളയിൽ നിന്ന് കുട്ടി പിറക്കും, ശക്ക് വേണ്ട. അപ്പൊ എല്ലാ പ്രസവത്തിനും ബദരീങ്ങൾ വരിക, എല്ലാ പ്രശ്നത്തിനും പോലും വരിക. തീപിടുത്തുണ്ടായ കള്ളന്മാര് വന്നാൽ അവിടൊക്കെ അവരിങ്ങനെ വന്നിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുക എന്ന് ചില മൂലയന്മാര് പൊള്ളയിലേച്ചു. അത് വിശ്വസിക്കാൻ നിൽക്കേണ്ട കൂട്ടരെ.